ഇക്കുറി തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന ഇടതുപക്ഷം കണക്കുകൾ കൊണ്ട് വ്യക്തമായി ഉറപ്പിച്ചിരുന്ന പന്നിൻ രവീന്ദ്രൻ എങ്ങനെ തോറ്റു? ഒന്ന്, ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പണം വാരിയെറിഞ്ഞുള്ള കൊഴുത്ത പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രത്യേക ടീമിനെ ഇറക്കിയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാം ജില്ലയിലെ ബി.ജെ.പി. ഘടകത്തെ ഒരാളെ പോലും, എന്തിന് പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയെ പോലും വക്താവിനെ പോലും ഒപ്പം കൂട്ടാതെ വിശ്വാസത്തിൽ എടുക്കാതെയുള്ള പ്രവർത്തനം. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതെത്തി. തീരദേശ മേഖലയും ന്യൂനപക്ഷ മേഖലയും ഇത്തവണയും കൈവിട്ടില്ല ശശി തരൂരിനെ. അതുകൊണ്ട് ആ വോട്ടുകളിൽ കുറയും തരൂർ ഉറപ്പിച്ചു. അതൊക്കെ കീശയിലാക്കുകയും ചെയ്തു. അപ്പോൾ പന്നിൻ രവീന്ദ്രനോ? കഴിഞ്ഞ തവണ സി ദിവാകരൻ മൂന്നാം സ്ഥാനം പുൽകിയതുപോലെ അവിടെ തന്നെ നിന്ന് സി ദിവാകരനേക്കാൾ വോട്ടുകൾ കുറയുകയും ചെയ്തു. ബി.ജെ.പി. തിരുവനന്തപുരത്ത് നടത്തിയ പ്രചാരണം മികച്ചതാണെന്ന് തന്നെ പറയാം. പിന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര IT സഹമന്ത്രിയായിരുന്നത് കൊണ്ട് ആ പദവി തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുമുണ്ട്. അല്ലാതെ കോൺഗ്രസുകാരുടെ മിടുക്കുകൊണ്ടല്ല ശശി തരൂർ നാലാമതും ജയിച്ചു കയറിയത്. DCCയിൽ നിന്നടക്കം തരൂരിനെതിരെ പാരവലികൾ സജീവമായിരുന്നു. അവരൊക്കെ പ്രചരണത്തിൽ സജീവമല്ലായിരുന്നു. വോട്ടെടുപ്പ് ദിവസം നഗരത്തിലെ പല ബൂത്തുകളിലും തരൂരിന് വേണ്ടി ഏജന്റുമാർ പോലും ഇല്ലായിരുന്നില്ല. എന്നാൽ പന്നിൻ രവീന്ദ്രന് വേണ്ടി മിക്കവാറും ബൂത്തുകളിൽ CPM CPI ഏജന്റുമാർ ഹാജരായിരുന്നു. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. പന്നിന് കൈവിട്ടു പോയത് പ്രചരണ രംഗത്തായിരുന്നു. പ്രചരണ തന്ത്രങ്ങളിൽ പാളിച്ചകൾ പറ്റി. പ്രചരണത്തിനിറക്കാൻ സ്വാഭാവികമായും CPI നേതൃത്വത്തിന് ഫണ്ട് കുറവായിരുന്നു. പാർട്ടിയിൽ നിന്നും 4 മന്ത്രിമാർക്ക് നൽകിയ സ്റ്റാഫ് തന്നെ ലുപ്തിച്ചാണ് നൽകിയത്. അതുപോലെ തന്നെയായിരുന്നു പ്രചരണ രംഗത്തും. CPI പ്രവർത്തകർ എല്ലാ മണ്ഡലങ്ങളിലും സജീവമല്ലായിരുന്നു. അത് പരിഹരിക്കാനാണ് CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയത് പതിവ് പോലെ. കാരണം മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് പന്നിൻ. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിലെ CPM ലോക്കൽ സെക്രട്ടറിയെ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ ചുമതല രാവും പകലും തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. അവിടെയായിരുന്നു CPMന്റെ സ്റ്റാർ വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്ന VJ മത്സരിച്ചത്. അപ്പോൾ പാർട്ടി മിഷനറി എല്ലാം അങ്ങോട്ട് മാറി. മണ്ഡലത്തിലെ പാർട്ടി ഭാരവാഹികൾക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വിവിധ ബൂത്തുകൾ തിരിച്ചുള്ള ദൈനംദിന ചുമതലയായിരുന്നു പാർട്ടി നൽകിയത്. അവരത് പക്ഷേ കൃത്യമായി നിർവഹിച്ചു. പിന്നെ സമയം കിട്ടുമ്പോൾ അവരും തിരുവനന്തപുരത്തെത്തി പന്നിൻ രവീന്ദ്രൻ്റെ പ്രചരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ബൂത്ത് തലത്തിൽ പന്നിന് വേണ്ടി ആത്മാർത്ഥമായി രാവും പകലും ഇറങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു, സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു CPM പ്രവർത്തകർ. അവർ പ്രവർത്തിച്ചില്ല, എണ്ണയിട്ട യന്ത്രം പോലെ ഓടിയില്ല. എന്നാൽ അവർ പ്രവർത്തിച്ചു. പക്ഷേ അത് തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. ഇതോടെ CPI സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ പതിവ് പോലെ തോൽക്കുമെന്ന് പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ CPMനായില്ല, CPIക്കുമായില്ല. ഇതാണ് CPM പറഞ്ഞ പാർട്ടി വോട്ടുകൾ ചോർന്നു, താഴെത്തലത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി, നല്ലൊരു വിഭാഗം പാർട്ടി വോട്ടുകൾ മറുഭാഗത്തേക്ക് മറിഞ്ഞു എന്നത്. അതിന് കാരണം ഈ ചോർച്ചയടയ്ക്കാൻ CPMന് പ്രായോഗികമായി യഥാസമയം സാധിച്ചില്ല എന്ന് തന്നെ. CPIക്ക് ഈ കാര്യം അറിയായിരുന്നു, എന്താണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ബലഹീനത, ദൗർബല്യമെന്ന്. പക്ഷെ അവരും നിസ്സഹായരായിരുന്നു. ഫലമറിഞ്ഞപ്പോൾ CPIക്ക് കമ എന്നൊരക്ഷരം മിണ്ടാനായില്ല. കാരണം ഉരൽ ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. CPIയുടെ 4 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതിൻ്റെ കൈപ്പറഞ്ഞപ്പോൾ CPMൽ ഒരാൾ മാത്രമാണ് വിജയത്തിൻ്റെ മധുരമറിഞ്ഞത്. അതുകൊണ്ട് തന്നെ CPIക്ക് അങ്ങോട്ടൊന്നും പറയാനുമില്ല, CPMന് ഇങ്ങോട്ടൊന്നും പറയാനുമില്ലായിരുന്നു. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്നാലും പ്രചരണവും പ്രവർത്തനവും തിരഞ്ഞെടുപ്പ് ഫലവും ഏതാണ്ടൊക്കെ ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും, സംശയിക്കേണ്ട. കാരണം ഇതുതന്നെയാണ് കാലാകാലങ്ങളായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നു വരുന്നത്.